നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ്. തൂക്കിലേറ്റിയതിന് അധോലോകത്തിന്റെ പ്രതികാരം. മുംബൈ ഭീകരാക്രമണ കേസിൽ യാക്കൂബ് മേമനെ തൂക്കിലേറ്റിയതിന് പ്രതികാരം ചെയ്യുമെന്ന് അധോലോക നായകൻ ഛോട്ടാ ഷക്കീലിന്റെ മുന്നറിയിപ്പ്. ഛോട്ടാ ഷക്കീലിന്റെ ഭീഷണി വധശിക്ഷയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുന്നതിനിടെ മേമന്റേത് നിയമപരമായ കൊലപാതകം. മുംബൈ സ്ഫോടന കേസിൽ നിരപരാധിയായ മേമനെ തൂക്കിലേറ്റിയതിന് പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഛോട്ടാ ഷക്കീലിന്റെ മുന്നറിയിപ്പ് ദേശീയ മാധ്യമത്തോട്. കീഴടങ്ങിയ മേമനെ ഇന്ത്യ ഗവൺമെന്റ് ചതിക്കുകയായിരുന്നു. ഗൂഢാലോചനയിൽ യാക്കൂബിന് പങ്കില്ല. സഹോദരൻ ടൈഗർ മേമൻ മാത്രമാണ് മുംബൈ സ്ഫോടന കേസിൽ പ്രതി. നിരപരാധിയെ ശിക്ഷിച്ചതിലൂടെ ഇന്ത്യൻ സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്നും ഛോട്ടാ ഷക്കീൽ. മുംബൈ സ്ഫോടന കേസിലെ മുഖ്യപ്രതികളായ ടൈഗർ മേമനും ദാവൂദ് ഇബ്രാഹിമും ഇപ്പോഴും ഒളിവിൽ. ഇന്ത്യയ്ക്ക് ഭീകരതയുടെ തടങ്കൽ. ലിബിയയിൽ 4 ഇന്ത്യക്കാരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തട്ടിക്കൊണ്ടുപോയെന്ന് റിപ്പോർട്ട്. മലയാളികളില്ലെന്ന് സൂചന. അജ്ഞാത കേന്ദ്രത്തിൽ തടവിലാക്കിയത് കർണാടക, തെലങ്കാന സ്വദേശികൾ. IS ഭീകരരുടെ പിടിയിലായത് ട്രിപ്പോളി സിർത്ത് സർവകലാശാലയിലെ അധ്യാപകരും ജീവനക്കാരും. മോചനശ്രമം തുടങ്ങിയതായി ആഭ്യന്തര മന്ത്രാലയം. 4 പേരും പിടിയിലായത് ബുധനാഴ്ച നാട്ടിലേക്ക് മടങ്ങാനുള്ള ശ്രമത്തിനിടെ. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ മേഖലകളിൽ നിന്ന് മടങ്ങാൻ ഇന്ത്യക്കാർക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മലയാളികളെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്റലിജൻസ് ADGPയെ ചുമതലപ്പെടുത്തിയെന്ന് ആഭ്യന്തരമന്ത്രി. ഇന്ത്യയെ ആക്രമിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പദ്ധതിയിടുന്നതായി USA ടുഡേ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം. ആക്രമണ പദ്ധതിയുടെ 32 പേജ് വരുന്ന റിപ്പോർട്ടും പുറത്ത്. ഡെപ്യൂട്ടിയിൽ തർക്കം മൂക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ നിലപാട് കടുപ്പിച്ച് RSP. തീരുമാനം വൈകുന്നതിൽ RSPക്ക് അതൃപ്തി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഒഴിച്ചിടുന്നത് ഭരണഘടനാ ലംഘനമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വേണ്ടെന്ന് K മുരളീധരൻ. അഭിപ്രായം I ഗ്രൂപ്പിനെ അറിയിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം I ഗ്രൂപ്പിന് നൽകണമെന്നും K മുരളീധരനെ പരിഗണിക്കണമെന്നും നേരത്തെ ആവശ്യം. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം RSPക്ക് നൽകാനാവില്ലെന്ന് കോൺഗ്രസ്. സ്ഥാനത്തേക്ക് A ഗ്രൂപ്പ് പരിഗണിക്കുന്നത് പാലോട് രവിയെ. K മുരളീധരൻ പിന്മാറിയതോടെ കോൺഗ്രസിലെ തർക്കങ്ങൾക്ക് പരിഹാരം. അന്തിമ തീരുമാനം UDF യോഗം ചേർന്ന ശേഷമെന്ന് ഷിബു ബേബി ജോൺ. ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് RSP സെക്രട്ടറി AA അസീസ്. സവാള വില കരയിക്കും. വിപണിയെ കണ്ണീരണിയിച്ച് സവാള വിലയ്ക്ക് കുതിപ്പ്. മൊത്ത വിപണിയിൽ ഒരാഴ്ചയ്ക്കകം കൂടിയത് കിലോയ്ക്ക് 15 രൂപ വരെ. ചില്ലറ വിൽപ്പന വില 50 രൂപയും കടന്ന് മുകളിലേക്ക്. കൊടുംവിലയ്ക്ക് വഴിവെച്ചത് കനത്ത മഴ മൂലം മഹാരാഷ്ട്രയിലെ ഉള്ളിപ്പാടങ്ങളിൽ സംഭവിച്ച വിളനാശം. രാജ്യവ്യാപകമായി പ്രധാന നഗരങ്ങളിൽ വില വർധന 70%-ലധികം. തമിഴ്നാട്ടിൽ നിന്നുള്ള സവാള വരവിൽ കണ്ണുനട്ട് കേരള വിപണി. അയലത്തെ പാടങ്ങളിൽ വിളവെടുപ്പിന് ഇനിയും 1 മാസം ബാക്കി. ഓണം അടുക്കുമ്പോൾ വില ഇനിയും കൂടുമെന്ന് വിപണി സൂചന. വില പിടിച്ചു നിർത്താൻ 10,000 ടൺ സവാള ഇറക്കുമതിക്ക് നാഫെഡ്. കടൽ കടന്ന് സവാള വരുന്നത് ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും. ആശ്വാസം പകർന്ന് ചെറിയ ഉള്ളിയുടെ വില താഴോട്ട്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിനിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.